സീക്വൽസും പ്രീക്വൽസും ഒക്കെ ഹോളിവുഡിൽ ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് കാണുന്ന സംഭവങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരു സീക്വലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ അത് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഹെയിൽ മേരി, അതുപോലെ തന്നെ നേരത്തെ വന്ന സ്പോർട്സ് ബയോപിക്സ് ആണെങ്കിലും അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ, അതുപോലെ തന്നെ റൊമാൻറ്റിക് മൂവീസ്, അങ്ങനെ ജേണേഴ്സിന് ഒട്ടും തന്നെ പഞ്ഞമില്ലാത്ത ഒരു മൂവി ഇൻഡസ്ട്രിയാണ് ഹോളിവുഡ്. ഇപ്പോൾ ടോം ക്രൂസ് മൂവീസ് ആണെങ്കിലും ബാക്കിയുള്ള വെറൈറ്റി കണ്ടന്റ് മൂവീസ് ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ എപ്പോഴും പരീക്ഷിച്ച് നോക്കി വിജയിച്ച ഒരു ഇൻഡസ്ട്രിയാണ്. സോ റെഡി ഓർ നോട്ട് ഹിയർ ഐ കം എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് പാർട്ട്. സോ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ 2019 സോ ആ ഒരു 2019 ഇറങ്ങിയ ഒരു ഫസ്റ്റ് പാർട്ടിന് ശേഷം ഇപ്പോൾ 7 വർഷം എടുത്തു ഈ ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ട് റിലീസ് ആവാനായിട്ട്. സെയിം 2 ഡയറക്ടേഴ്സ് തന്നെയാണ് ഫസ്റ്റ് പാർട്ട് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് പാർട്ടും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ ഒത്തിരി മൂവീസ് വേറെ ചെയ്യുകയുണ്ടായി. അബിഗെയിലൊക്കെ 2024 ഇറങ്ങി ഈ ഒരു പാറ്റേൺ പോലെ തന്നെ ഇറക്കറെ വന്ന ഒരു മൂവിയൊക്കെ തന്നെയാണ്. സോ ഈ ഒരു മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റെഡി ഓർ നോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ളൊരു മൂവിയാണ്. ആ ഒരു പാറ്റേണും കാണിച്ച സംഭവങ്ങളും അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷോട്ട്സും ആ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമും അതുപോലെ തന്നെ ആ ഒരു സർവൈവർ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്തെന്നുള്ള സംഭവങ്ങളൊക്കെ വളരെ രസകരമായി പറഞ്ഞ ഒരു മൂവിയായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അത്രയും സംഭവങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞു. അതല്ലാതെ തന്നെ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ കണ്ട ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷോട്ട്സും ആ ഒരു സംഭവങ്ങളൊക്കെ മിസ്സിംഗ് ആണ് ഇവിടെ. അതൊക്കെ തന്നെയാണ് സെക്കൻഡ് പാർട്ടിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷേ എന്നാലും ഈ ടൈം പാസ് മൂവി എന്ന രീതിയിൽ കണ്ടു മറക്കാവുന്ന ഒരു മൂവിയാണ്. തിയേറ്റേഴ്സിൽ ഇന്നലെയാണ് റിലീസായത്. സമാര വീവിങ്ങിൻ്റെ ലീഡ് റോളാണ് ഈ ഒരു സിനിമയുടെയും സോൾ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു കഥാപാത്രം എങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം. സോ അതുപോലൊക്കെ തന്നെ എവിടെ നിന്നാണ് ആ ഒരു പാർട്ട് തീർന്നോ, ആ ഒരു ഫസ്റ്റ് പാർട്ട് തീർന്നോ അവിടെ നിന്ന് തന്നെ ആണ് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിലൊരു അനിയത്തിയുടെ ക്യാരക്ടർ വരുന്നുണ്ട്. സോ ആ ഒരു അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള അത്ര നല്ല ബോണ്ടല്ല. സെൻസി കോൺടാക്ട് അനിയത്തിയുടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സീരീസിലോട്ട് എൻ്റർ ആവുന്നത്. സോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് ഈ ഒരു സീരീസിനെ മൂഡിനൊട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. സോ സമാര വീവിയുടെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും അതിൻ്റെ കൂടെ തന്നെ ബോറടി ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ താല്പര്യമുള്ള കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇപ്പോൾ ഇത് തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.